ഈ മെഴുകുള്ള ആപ്പിൾ കഴിച്ചാൽ ക്യാൻസർ വരും. ഈ തണ്ണിമത്തൻ കഴിച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ വരും. അത് മാത്രമല്ല ഫുഡ് പോയ്സണും വരും. പീനട്ട് ബട്ടർ കഴിച്ചാൽ തടി വെക്കും. പ്രോട്ടീൻ പൗഡർ എടുത്താലോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. ഈ ഓട്സ് കഴിക്കുന്നത് ഒരു വേസ്റ്റ് ഫുഡാണ്. ഫസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്ന സ്റ്റോപ്പ് ചെയ്തേ. ഈ 5 രൂപയും 10 രൂപയും പാക്കറ്റിൽ വരുന്ന സ്നാക്സോ അല്ലെങ്കിൽ ഈ ജ്യൂസസോ ഒക്കെ കുടിക്കുമ്പം ആർക്കും ഏതൊരുവിധ അസുഖങ്ങളും വരാറില്ല. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസസ് ആണ്. ഇതൊക്കെ ഒരുവിധപ്പെട്ടവർക്ക് അഫോർഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് ദ ചോക്ലേറ്റ്സും ജ്യൂസസ് ആണെങ്കിൽ 5-ന്റെ 10-ന്റെ പാക്കറ്റിലാണ് വരുന്നത്. അത് ഈസി ടു ബൈ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇതിനെ കുറ്റം പറയാത്ത ആൾക്കാർ ഒരുപാട് പേര് ഈ ഫ്രൂട്ട്സിനും ഈ പ്രോട്ടീൻ പൗഡേഴ്സിനെയും ഈ ഓട്സിനും കാര്യങ്ങളൊക്കെ കുറ്റം പറയുന്നത്? നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കിയേക്ക്. നിങ്ങൾക്ക് എല്ലാവരും തലയിൽ ഈ അൺഹെൽത്തി ഫുഡ്സിനെ എല്ലാവരും തന്നെ വച്ചു തരികയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പോലും അറിയാം. ബട്ട് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഇങ്ങനെ ഹെൽത്തി പ്രോഡക്ട്സ് ഒക്കെ വരുമ്പം എല്ലാവർക്കും തന്നെ അതിനെ കാണുമ്പോൾ പല കമൻസ് ആണ്. ഹെൽത്തി ഫുഡ്സിനെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് കഴിക്കുക, അല്ലാതെ ഓരോരുത്തരുടെ അഡ്വർടൈസ്മെന്റ് കണ്ടല്ല കഴിക്കാനുള്ളത്. ഈ തണ്ണിമത്തനോ ആപ്പിളോ അല്ലെങ്കിൽ പ്രോട്ടീനോ അല്ലെങ്കിൽ ഈ ഓട്സ് ഒക്കെ കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഏതൊരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവാൻ പോകുന്നില്ല. സ്റ്റേ ഹെൽത്തി.